ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരുപാട് മെയിലുകൾ, ഒരുപാട് ബാഡ് കമൻസ്, ഒരുപാട് എനിക്കെതിരെയുള്ള വീഡിയോസ് ഒക്കെ ഇന്ന് വലിയ വലിയ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തിനേറെ 24 ന്യൂസ് അടക്കം എടുത്ത് നമ്മുടെ ഭയങ്കര വാർത്ത ചെയ്യുവാണ്. എന്താണ് കാര്യം? ഒന്നുമില്ല. അതായത് സൗദി അറേബ്യയിലെ കൊലക്കുറ്റത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി ഈ കേരളക്കര പിരിച്ച 34 കോടിക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തു എന്നതാണ് എന്റെ മേലിലുള്ള ആക്ഷേപം. പ്രിയ സുഹൃത്തുക്കളെ, ഒരു അബ്ദുറഹീം രക്ഷപ്പെടുന്നതിനോട് എനിക്ക് ഒരു വിയോജിപ്പുമില്ല, ഒരു വിമർശനവുമില്ല. കാരണം ഒരു മാതാവ് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുവാണ്, കണ്ണീരോടെ. എല്ലാവരും മക്കളെ വളർത്തുന്നത് പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും തന്നെയാണ്. ആ മക്കള് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടി കാണാനോ മരിച്ചു കാണാനോ ആഗ്രഹിക്കില്ല. എന്തിനേറെ അവരുടെ നഖമൊന്ന് പഴുക്കാൻ പോലും അവർ ആഗ്രഹിക്കില്ല. പനിയോ അങ്ങനെ ചെറിയ പ്രായത്തിൽ എന്ത് അസുഖം വന്നാലും അവര് ഈ മക്കൾ അനുഭവിക്കുന്നതിനേക്കാൾ ഏറെ വേദന അനുഭവിക്കുന്നവരാണ് മാതാപിതാക്കൾ, സംശയമില്ല. അതുകൊണ്ട് റഹീം രക്ഷപ്പെട്ടു വരണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ചിന്തിക്കണം, റഹീം നിരപരാധിയാണോ? ഇവിടെയാണ് നമ്മൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളത്. റഹീമിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന എഫേർട്ടും അതിനുവേണ്ടി കാണിക്കുന്ന ഒരു താല്പര്യവും ഒന്നും നിമിഷപ്രിയയുടെ വിഷയത്തിലില്ല. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അങ്ങനെ വേണം. അവൾ കൊലയാളിയല്ലേ? കൂടെ അസോസിയേറ്റ് ചെയ്തൊരു ക്ലിനിക് എടുത്ത തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന 26-കാരനായ യമൻ പൗരനെ കൊല്ലുകയും പീസാക്കി 90ഓളം കഷ്ണങ്ങളാക്കി പോളിത്തീൻ കവറിനകത്താക്കി വാട്ടർ ടാങ്കിനകത്ത് ഉപേക്ഷിച്ചവളല്ലേ? അതുകൊണ്ട് അവൾക്ക് അങ്ങനെ വേണം എന്ന് പറഞ്ഞ് കമന്റ് ഇടുകയും വ്യത്യസ്തമായ ഇമോജികളിട്ട് ആഹ്ലാദിക്കുകയും ആഘോഷിക്കുകയും ചെയ്ത ആളുകൾ റഹീം കൊന്നപ്പോൾ കുഴപ്പമില്ല, റഹീം രക്ഷപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവിടെ വിഷയമുള്ളത്. ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്താൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയയും കൊലയാളിയാണ്. അവർ രക്ഷപ്പെടണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കാത്തത്? ഇങ്ങനെ വരുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുകയാണോ, അതോ അങ്ങനെ ഉണ്ടാകുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണോ? ഇവിടെ ഈ 34 കോടി കൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന അനേകായിരം ജീവനുകളുണ്ട്, കുടുംബങ്ങളുണ്ട്. എത്ര ആളുകൾക്കും മരുന്നെത്തിക്കാൻ സാധിക്കും, എത്ര പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോ അബ്ദുറഹീം രക്ഷപ്പെടണ്ട എന്നല്ല ഞാൻ പറയുന്നത്, രാജ്യം ഇടപെടേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇങ്ങനെ ഇപ്പോ നുസ്രത് ജഹാൻ ചോദിച്ചതുപോലെ നമ്മുടെ ജയശങ്കർ സാർ ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും മോദിജി ആണെങ്കിലും ഇങ്ങനെ നമ്മുടെ ഒരു ഇന്ത്യൻ പൗരൻ വിദേശ രാജ്യത്ത് പോയി ഒരു കേസിൽ അകപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ രാജ്യം ഇടപെടാതിരിക്കുമോ അയാളുടെ മോചനത്തിനു വേണ്ടി? അയാൾ ഇനിയും പ്രതിയാകട്ടെ, കൊള്ളക്കാരനാകട്ടെ, കൊലയാളിയാകട്ടെ, ഇടപെടാതിരിക്കുമോ? ഇത് എല്ലാ സാധാരണക്കാരന്റെയും സംശയം തന്നെയാണ്. അത് തന്നെയേ ഞാനും ചോദിച്ചിട്ടുള്ളൂ. ഇപ്പോ റഹീം കൊലയാളിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങള് അയാൾക്ക് വേണ്ടി പണം പിരിച്ചത് എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഇവിടുത്തെ വിഷയമുള്ളൂ. ഞാനും അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളും അത് തന്നെ പറയുന്നുള്ളൂ. ഇപ്പോ ബോച്ചെ അദ്ദേഹം തന്നെ പറയുന്നു, നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടാൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ സംശയം തീർന്നു. കാരണം അബ്ദുറഹീമിനെ കാണുന്ന അതേ സെൻസിൽ തന്നെയാണ് നിമിഷപ്രിയയും കാണുന്നത്. ഇവിടെ വേറെ ഒരു വിഷയം കൂടിയുണ്ട് ഇതിനകത്ത്. നാളെ മറ്റേതെങ്കിലും ഒരു കാരണവശാൽ ഒരു ഇന്ത്യക്കാരന്, ഇന്ത്യക്കാരിക്ക് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും രൂപത്തിൽ ഒരു കയ്യബദ്ധം സംഭവിച്ചാൽ ഇന്നത്തെ 34 കോടി നാളെ 50 കോടിയാകില്ല എന്ന് എങ്ങനെ പറയും നമ്മൾ ഉറച്ച്? കാരണം അവരുദ്ദേശിച്ച പണം അവർക്ക് കിട്ടി.
ഈ പണം അവരെങ്ങനെ ഉപയോഗിക്കും എന്നത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. കാരണം അരയ്ക്ക് താഴെ തളർന്ന ഒരു കുട്ടിയുടെ ജീവന് എന്ത് മാനദണ്ഡത്തിലാണ് ഈ വിലയിട്ടതെന്നറിയില്ല. ഇത് കോടതി അറിഞ്ഞിട്ടുണ്ടോ? കുടുംബം ആവശ്യപ്പെട്ടതാണോ? ഏതെങ്കിലും എംബസി മുഖാന്തിരം തന്നെയാണോ ഈ പണത്തിന്റെ കൗണ്ട് ഡിക്ലെയർ ചെയ്തത്? എല്ലാവരും ചോദിക്കുന്ന സംശയങ്ങൾ തന്നെയാണിത്. ചില പേപ്പർ വർക്കുകൾ കൂടി കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നാലും 1 മാസത്തിനകം അബ്ദുറഹീം നാട്ടിലെത്തുമെന്ന് പറയപ്പെടുന്നു. എന്തായിരുന്നാലും ബോബി ചെമ്മണ്ണൂരിന് ഒരു നഷ്ടവുമില്ല. ഇനി മുസ്ലിങ്ങളുടെ കച്ചവടം മുഴുവനും ബോച്ചയ്ക്ക് തന്നെ കിട്ടും. കാരണം കമന്റുകളിൽ നിന്നും റിപ്ലൈ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ നിന്നുമൊക്കെ റിയാക്ഷൻ വീഡിയോസ് ധാരാളം വന്നിട്ടുണ്ട്, ഷോർട്സുകളൊക്കെ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നഷ്ടക്കച്ചവടം ഒന്നുമല്ല ബോച്ച ചെയ്തിട്ടുള്ളത്. ശരി, കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ശബ്ദം കേൾപ്പിച്ച ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബോബി ചെമ്മണ്ണൂർ. രക്ഷപ്പെടുത്തി കഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഉമ്മയും അത്രയും ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കട്ടെ ആശംസിക്കുക. ഇത് ഇടപെടാൻ കാരണം എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാനൊരു അനുഭവസ്ഥനാണ്. കുറ്റം ചെയ്യാതെ ഒരു ദിവസം അവിടെ പോയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന അതിഭയങ്കരമാണ്. വേണ്ടി അന്ന് ജീവന്റെ രക്തം നൽകും, ജീവൻ രക്ഷിക്കുന്നതാണ്. ഈ പ്രാവശ്യം ജീവൻ രക്ഷിക്കലാണ്, പക്ഷെ രക്തം നൽകും കാശ് തരാനാണ് ചോദിച്ചത്. വേറൊരു ന്യൂസ് കിട്ടി, ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ്, കോച്ചെ ഫാൻസ് ഇതിലും വലിയ ബക്കറ്റ് ബില്ലുകൾ പല സ്ഥലത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കാശൊന്നും വരുന്ന കാണാനില്ല. ഇതിലുള്ള വിശിഷ്ട വ്യക്തികൾ എന്നെ ഓർത്ത് വിളിച്ചതിൽ ഒക്കെ എനിക്ക് വേണ്ട എനർജി, വീണ്ടും മുമ്പോട്ട് പോകാനായിട്ടുള്ള എനർജിയാണ് എനിക്ക് തന്നിട്ടുള്ളത്. പോസിറ്റീവ് എനർജി. അതിന് പ്രത്യേകം നന്ദി. ആദ്യമായിട്ട് പറയാനുള്ളത് എല്ലാവരോടും നന്ദി മാത്രമാണ് പറയാനുള്ളൂ. കാരണം ഈ അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് വെയിലത്ത് റോഡിലൂടെ യാചിക്കാൻ കൂടെ വന്നു. പല ജില്ലകളിലും പലരും പല വിധത്തിലും പൈസ ഒക്കെ ആയിട്ട് സഹായിച്ചതിന് എല്ലാവരോടും ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. അതിനെല്ലാവരോടും നന്ദി പറയാം. അപ്പോ ഞാൻ കുവൈത്തില് ഇത് ഒരുപാട് കാര്യങ്ങൾ പത്രത്തിൽ വരും, എല്ലാം നമുക്ക് ഇടപെടാനൊന്നും പറ്റില്ല. ഇത് ഇടപെടാൻ കാരണം എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാനൊരു അനുഭവസ്ഥനാണ്. 20 വർഷം മുമ്പ് കുവൈറ്റിൽ വെച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ പാർട്ട്ണർ എന്നെ ചതിക്കുകയും കള്ളക്കണക്കിൽ എഴുതുകയൊക്കെ ചെയ്ത് പിടിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര വഴക്കായി. അതിന്റെ പേരിൽ അദ്ദേഹം പോലീസ് ഇൻഫ്ലുവൻസ് വെച്ച് അവർ കള്ളപ്പരാതി കൊടുക്കുകയും അതിന്റെ ഫലമായി ഞാൻ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയും. അപ്പൊ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ല. കുറ്റം ചെയ്യാതെ ഒരു ദിവസം അവിടെ പോയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന അതിഭയങ്കരമാണ്. അങ്ങനെയാണെങ്കിൽ 18 വർഷം കുറ്റം ചെയ്യാത്തൊരു വ്യക്തി ജയിലിലിരിക്കുകയും അയാൾ അറിയുകയാണ് എന്നെ കൊല്ലാൻ പോവുകയാണ്, എന്നെ അറക്കാൻ പോവുകയാണ്. കുറ്റം ചെയ്യാത്ത വ്യക്തിയുടെ ഒരു വികാരം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ആ ഒരു വേദന എനിക്ക് തോന്നി. ഞാനും ഇതുപോലെ ആയിരുന്നല്ലോ. ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് തോന്നി. ഒരു ദിവസമാണെങ്കിൽ പോലും എനിക്കൊരു വർഷം പോലെ തോന്നിയത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഏറ്റെടുക്കാൻ കാരണമായത്. അങ്ങനെ ഞാൻ ഈ സംഘാടകരെയും മറ്റും വിളിച്ച് അന്വേഷിച്ചു. അപ്പൊ അവർ പറഞ്ഞു 2,40,00,000 രൂപ ആയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം കഷ്ടി 1 മാസത്തോളം പരിശ്രമിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇപ്പോഴത്തെ നിലയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങളെ മുമ്പിലുള്ളൂ. 16-ാം തീയതിയാണ് തൂക്കിലേക്കുന്നത്. അതുകൊണ്ട് സാധ്യത കുറവാണ്. എങ്കിലും ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. ഉടൻ തന്നെ എല്ലാ ജില്ലയിലും നമ്മുടെ കോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഹെഡുകളെ വിളിച്ചു. അതിൽ കുറെ പേരൊക്കെ ധൈര്യം തന്നു. കുറെ പേരൊക്കെ പറഞ്ഞു ഇതൊന്നും ഇത്ര വലിയ സംഖ്യ ഒന്നും നടക്കണമല്ല. അങ്ങനെ ആ ധൈര്യം തന്നു. പല സംഘടനകളും വ്യക്തികളും മനുഷ്യസ്നേഹികളും ഒക്കെ സഹകരിച്ചു. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അങ്ങനെ ഇറങ്ങുക എന്നുള്ളതാണ്. കേരളം തിരുവനന്തപുരത്ത് നിന്ന് ഓടിയപ്പോഴും 112 കിലോമീറ്റർ ഒക്കെ ഓടിയപ്പോഴും 2 പ്രാവശ്യം ഇടയ്ക്ക് നിന്നുപോയി ശ്വാസം കിട്ടാണ്ടൊക്കെ. പക്ഷെ പിന്നീട് അവിടെ ഓടി അവിടെ എത്തി. അപ്പൊ ആ ഒരു ധൈര്യത്തില് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അന്ന് ജീവന്റെ രക്തം നൽകും, ജീവൻ രക്ഷിക്കുന്നതാണ്. ഈ പ്രാവശ്യം ജീവൻ രക്ഷിക്കലാണ്, പക്ഷെ രക്തം എല്ലാം കാശ് തരാനാണ് ചോദിച്ചത്. അങ്ങനെ നല്ലൊരു കാര്യമായതുകൊണ്ട് മുന്നോട്ട് ഇറങ്ങി. ആദ്യത്തെ ദിവസം തിരുവനന്തപുരത്ത് ഞങ്ങൾ 2 ചെയ്തിരുന്നു. QR കോഡ് സ്കാൻ ചെയ്യാൻ കൊടുക്കുകയും സെയിം ടൈം ഒരു കളക്ഷൻ ബോക്സ് വെക്കുകയും ചെയ്തു. ഉച്ച തൊട്ടിട്ടാണ് തുടങ്ങിയത്. ഏതാനും മണിക്കൂറുകൾ മുമ്പോട്ട് പോയപ്പോഴേക്കും വേറൊരു ന്യൂസ് കിട്ടി, ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ്, കോച്ചെ ഫാൻസ് ഇതിലും വലിയ ബക്കറ്റ് ബില്ലുകൾ പല സ്ഥലത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കാശൊന്നും വരുന്ന കാണാനില്ല. അപ്പൊ കാശ് അടിച്ചു മാറ്റുന്ന പരിപാടി പുറത്ത് നടത്തുന്നത് മനസ്സിലായി. അപ്പൊ ഇതൊരു ശരിയായ സിസ്റ്റം അല്ലാത്തതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്യുന്ന നിർത്തുകയും പെട്ടെന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു പൈസ ഒരാൾക്കും കൊടുക്കരുത്. കോച്ചെ ഫാൻസ് അഡ്മിനിസ്ട്രേഷൻ ഒരു പേരിൽ വന്നാലും പൈസയായിട്ട് കൊടുക്കരുത്. അബ്ദുൾ റഹീം എന്റെ ആപ്പിലേക്കും. എന്തായിരുന്നാലും ഈ വിഷയത്തിന് ബോച്ചെ ആദ്യം ചെയ്തത് ഈ ചാരിറ്റിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നതായിരുന്നു. അയാള് കൃത്യമായി ഇതൊരു സുതാര്യമായ രൂപത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. വ്യക്തികൾ ബക്കറ്റുമായി വരുമ്പോൾ ബക്കറ്റ് പിരിവ് കൊടുത്താൽ
ആ ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസുകളൊന്നും പണം എത്തിക്കുന്നില്ല എന്നത് അതൊക്കെ പോട്ടെ, അതൊക്കെ അവരുടെ വിഷയം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന വസ്തുത ഇതാണ്. ഈ അരയ്ക്ക് താഴോട്ട് തളർന്ന കുട്ടി ഒരു ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടു കൂടി മാത്രം ശ്വസിക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടിക്ക് ഇവരെ ആരിട്ട വിലയാണ് 34 കോടി. അതാണ് നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്. 1. 2, ഇതുപോലെ കൊലയ്ക്കു പകരം കൊല, കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല്, ഈ ശിക്ഷയും ഈ ഭരണ സംവിധാനവും ഈ മതനിയമവുമല്ലേ കേരളത്തിൽ കൊണ്ടുവരാൻ, സർവോപരി ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ആളുകളും ചിന്തിച്ചത്, അവരാഗ്രഹിച്ചത്, അവര് പ്രവർത്തിച്ചത്, അവരെ പ്രോത്സാഹിപ്പിച്ചതും ഇതിനു വേണ്ടി തന്നെയല്ലേ. ഇന്ന് അരിയുമില്ല, മലരുമില്ല, കുന്തിരിക്കവുമില്ല. 2034 ഇന്ത്യയുടെ സമുന്നതമായ പദവികൾ അലങ്കരിക്കും എന്ന് പ്രത്യാശിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത സമുന്നതരായ നേതാക്കളൊക്കെ തീഹാർ ജയിലിൽ ഡയപ്പറിൽ നിൽക്കുകയാണ് എന്ന് ഓർക്കുമ്പോൾ ചിന്തിച്ചു പോകുന്നു, ഈ നിയമത്തെ എത്രമാത്രം ഇവര് താലോലിക്കുന്നു. കൊലയ്ക്കു പകരം കൊല വിധിച്ച സൗദി അറേബ്യയിലെ പ്രാകൃതമായ നിയമത്തെക്കുറിച്ച് ആരെങ്കിലും എതിർത്ത് വീഡിയോ ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാൻ മറക്കല്ലേ. നന്ദി.